അദ്വൈത വേദാന്ത പ്രചാരകൻ ആദിശങ്കരാചാര്യരുടെ സ്മരണകളിലാണ് ഇന്ന് ഭാരതം. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികനായ അദ്ദേഹം മനുഷ്യരാശിക്ക് തന്നെ വഴികാട്ടിയായിരുന്നു. ഭാരതത്തിന്റെ നവയുഗ പ്രയാണത്തിന് സ്വാമികൾ നൽകിയ സംഭാവനകളും അമൂല്യമാണ്. എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് ശ്രീ ശങ്കരാചാര്യർ ജനിച്ചത്. കേരളം എല്ലാ വർഷവും തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത് ശങ്കര ജയന്തിയാണ്. അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകിയ ഭാരതം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ ദാർശനികനാണ് ശങ്കരാചാര്യർ. തൻ്റെ പിതാവിൻ്റെ മരണശേഷമാണ് അദ്ദേഹം സന്യാസം സ്വീകരിച്ചത്. ആധുനിക കാലഘട്ടത്തിൽ മതപരവും പ്രത്യയശാസ്ത്രപരവുമായ സംഘർഷങ്ങൾ നിറഞ്ഞ ലോകത്തിന് ശാന്തിയിലേക്കുള്ള വഴി, എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന പരമചൈതന്യം ഒന്നു തന്നെയാണെന്ന അദ്വൈത മന്ത്രം, ഭാരതീയ ദർശനങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അദ്ദേഹം വ്യക്തമായ ഭാഷ്യം നൽകി. ആത്മീയവും ഭൗതികവും രാജനൈതികവുമായ മേഖലകളിലെല്ലാം ആചാര്യസ്വാമികളുടെ പ്രഭാവം പ്രകടമാണ്. വേദവിരുദ്ധമായ എല്ലാത്തിനെയും വാദപ്രതിവാദങ്ങളാൽ പരാജയപ്പെടുത്തി ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ല എന്ന അദ്വൈത മന്ത്രം അരക്കിട്ടുറപ്പിക്കുന്നതിൽ ശങ്കരാചാര്യർ വിജയിച്ചു. ഭാരതം മുഴുവൻ സഞ്ചരിച്ച അദ്ദേഹം കിഴക്ക് ഗോവർദ്ധന പീഠം, തെക്ക് ശൃംഗേരി പീഠം, വടക്ക് ജ്യോതിർമാതാ പീഠം, പടിഞ്ഞാറ് ദ്വാരകാപീഠം എന്നിങ്ങനെ 4 മഠങ്ങൾ സ്ഥാപിച്ചു. ഈ മഠങ്ങളുടെ നടത്തിപ്പിനായി 4 ശിഷ്യന്മാരെയും ചുമതലപ്പെടുത്തി. ബ്രഹ്മസൂത്രം, 10 പ്രധാന ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, വിഷ്ണു സഹസ്രനാമം എന്നിവയ്ക്ക് വ്യാഖ്യാനങ്ങൾ എഴുതി. സന്യാസിമാരെ 10 വിഭാഗങ്ങളിൽ ക്രമീകരിച്ച് സന്യാസ പാരമ്പര്യം ശക്തിപ്പെടുത്തി. ജാതിവർഗം തുടങ്ങിയ വിഭജനങ്ങൾ മറന്ന് അറിവും ആത്മസാക്ഷാത്കാരവും വഴി മഹത്വം കൈവരിക്കുന്നതിന് സാമൂഹിക സാമ്പത്തിക അതിരുകൾക്കപ്പുറമുയരാൻ ആദിശങ്കരൻ ഭാരതീയരെ പ്രചോദിപ്പിച്ചു. ബദ്രിനാഥ് ഉൾപ്പെടെ ഭാരതത്തിലെ നിരവധി ക്ഷേത്രങ്ങളുടെ പൂജാക്രമങ്ങൾ ചിട്ടപ്പെടുത്തിയത് ശങ്കരാചാര്യരാണ്. 32ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വിഷ്ണുപാദം പൂക്കിയത്. ന്യൂസ് ഡെസ്ക് ജനം.